ഉപയോഗശൂന്യമായ ആലപ്പുഴ കായംകുളത്ത് ലക്ഷങ്ങൾ മുടക്കി നിർമ്മിച്ച കൗൺസിൽ ഹാൾ അരനൂറ്റാണ്ടിലേറെ പഴക്കമുള്ള നഗരസഭാ കെട്ടിടത്തിന് മുകളിൽ 8 വർഷം മുൻപ് 60 ലക്ഷത്തോളം രൂപ ചെലവഴിച്ചാണ് കൗൺസിൽ ഹാൾ നിർമ്മിച്ചത്. ലിഫ്റ്റ് അടക്കം സ്ഥാപിച്ചിട്ടും ഹാൾ ഇതുവരെയും ഉപയോഗിച്ചിട്ടില്ല. മഴ പെയ്താൽ ചോർന്നൊലിക്കുന്ന കൗൺസിൽ ഹാൾ കെട്ടിടവും പ്രവർത്തനരഹിതമായ ലിഫ്റ്റും കായംകുളത്ത് നോക്കുകുത്തിയാണ്. ലിഫ്റ്റിന്റെ പാർശ്വഭിത്തികൾ പൊട്ടിയതിനാൽ ഏത് സമയത്തും നിലംപതിക്കാവുന്ന അവസ്ഥയിലാണ്. അഗ്നിരക്ഷാ സംഘത്തിന്റെ ഫയർ എൻഒസി ഇല്ലാതെ ലിഫ്റ്റ് സ്ഥാപിച്ചത് അന്നു തന്നെ വിവാദമായിരുന്നു. 2021-22 ഓഡിറ്റ് റിപ്പോർട്ടിൽ നിർമ്മാണത്തിലെ വീഴ്ചകളും ക്രമക്കേടും ചൂണ്ടിക്കാട്ടുകയും അഴിമതി നടന്നതായി ഓഡിറ്റിൽ കണ്ടെത്തുകയും ചെയ്തതാണെന്നും എന്നാൽ പിന്നീട് തുടരന്വേഷണം ഉണ്ടായിട്ടില്ലെന്നും പ്രതിപക്ഷം ആരോപിക്കുന്നു. കൗൺസിലർമാർക്ക് അവിടെ പോയി ജീവനെ ഭയന്ന് മാത്രമേ അവിടെ ഇരിക്കാൻ പറ്റുകയുള്ളൂ. ഏത് സമയത്തും തകർന്നു വീഴാൻ പറ്റുന്ന അവസ്ഥയിലാണ്. ഫയർ എൻഒസിയോ കെട്ടിടത്തിൻ്റെ സ്ട്രെങ്തനെ സംബന്ധിച്ച ഉള്ള ഫീസിബിലിറ്റിയോ കിട്ടാതെ നഗരസഭയുടെ 45 ലക്ഷത്തോളം രൂപ അശാസ്ത്രീയമായി വിനിയോഗിച്ചതിനെക്കുറിച്ച് അടിയന്തരമായി പരിശോധിക്കപ്പെടണം. ആ കൗൺസിൽ ഹാളിലേക്ക് കയറുന്നതിനാണ് 1.25 കോടി രൂപ ചെലവഴിച്ച് അതിൻ്റെ ഇപ്പുറത്ത് ലിഫ്റ്റ് ഉണ്ടാക്കിയത്. ആ ഉണ്ടാക്കിയപ്പോൾ പ്രവർത്തിച്ചതല്ലാതെ പിന്നീട് ആ ലിഫ്റ്റ് നാളിതുവരെയായി പ്രവർത്തിക്കുന്നില്ല. ദീർഘവീക്ഷണമില്ലാത്ത പദ്ധതികളിലൂടെ കോടികളുടെ വരുമാന നഷ്ടം സംഭവിച്ചതായും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഭരണ നേതൃത്വത്തിന്റെ വീഴ്ചകൾ ചൂണ്ടിക്കാട്ടിയ റിപ്പോർട്ട് വർഷങ്ങളായിട്ടും കൗൺസിൽ ചർച്ച ചെയ്തിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. നഗരസഭ കൗൺസിൽ ഹാൾ മദ്യക്കുപ്പികളുടെ ഗോഡൌൺ ആണെന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത്. ഈ കെട്ടിടത്തിലാണ് 15 ലക്ഷം രൂപ ചെലവഴിച്ച് ചെയർപേഴ്സന്റെ മുറി നവീകരിച്ചത്. ഇതിനു മുന്നിലായി വിവിധ സെക്ഷനുകളിലെ കാണാതായ ഫയലുകളും മറ്റും കൂട്ടിയിട്ടിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് സമഗ്ര അന്വേഷണം വേണമെന്ന ആവശ്യവും ശക്തമാണ്. ന്യൂസ് മലയാളം, ആലപ്പുഴ.